ഹരി ഓം. അധ്യായം 10. ബലരാമന്റെ അവതാരം. ബഹുലാശനും നാരദനും തമ്മിലുള്ള സംഭാഷണം തുടരുന്നു. ശ്രീ നാരദൻ പറഞ്ഞു, വസുദേവന്റെ കൊട്ടാരത്തിന് ചുറ്റും 10,000 ആയുധധാരികളെ കംസൻ നിർത്തിയിരുന്നു. ദേവകി ആദ്യമായി ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. കീർത്തിമാൻ എന്നു പേരുള്ള ആ കുട്ടിയെ വസുദേവൻ കംസന്റെ സഭയിലേക്ക് കൊണ്ടുപോയി. അവിടെ ആ കുട്ടിയെ കംസന് സമർപ്പിച്ചു. എന്നാൽ വസുദേവന്റെ സത്യസന്ധത കണ്ടപ്പോൾ കംസൻ സന്തുഷ്ടനായി. കംസൻ വസുദേവനോട് പറഞ്ഞു, ഈ കുട്ടിയെ കൊണ്ട് തിരിച്ചു പോയിക്കോളൂ. ഞാൻ ഇവനെ പേടിക്കുന്നില്ല. പക്ഷേ നിന്റെ 8ാമത്തെ മകനെ ഞാൻ കൊല്ലും. ഇത് പറഞ്ഞതിന് ശേഷം വസുദേവൻ തൻ്റെ മകനോടൊപ്പം സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങി. അതിനുശേഷം ഞാൻ കംസന്റെ കൊട്ടാരത്തിലേക്ക് പോയി. കംസൻ എൻ്റെ മുന്നിൽ വണങ്ങി. എന്നിട്ട് ദേവന്മാരുടെ പദ്ധതികളെക്കുറിച്ച് ചോദിച്ചു. ഞാൻ കംസനോട് പറഞ്ഞു, രാജാതി രാജാവേ, എല്ലാ വസുക്കളും സുരന്മാരും യാദവന്മാരായിട്ട് ഭൂമിയിൽ ജന്മമെടുത്തിട്ടുണ്ട്. ദേവന്മാരുടെ കണക്കുകൂട്ടൽ ഭിന്നമാണ്. അതിനാൽ ഏതാണ് 8ാമത്തെ പുത്രൻ എന്ന് കണക്കാക്കാൻ എളുപ്പമല്ല. അവരിൽ ഏതൊരാളും നിന്നെ കൊല്ലുന്നവനായി ആകാം. അതാണ് ദേവന്മാരുടെ കുടിലത. ശ്രീ നാരദൻ പറഞ്ഞു, ഞാൻ കംസന്റെ കൊട്ടാരത്തിൽ നിന്ന് പോയ ശേഷം അസുരന്മാരെ കൊല്ലാനുള്ള ദേവന്മാരുടെ ഈ പദ്ധതിയാണെന്ന് കംസൻ അറിഞ്ഞപ്പോൾ കോപം കൊണ്ട് എല്ലാ യാദവരെയും കൊല്ലാൻ തീരുമാനിച്ചു. ദേവകി പ്രസവിച്ച ശിശുക്കളെ എല്ലാം നിർദാക്ഷിണ്യം കംസൻ പാറന്മേലടിച്ചു കൊന്നു. ശേഷം കംസൻ വസുദേവനെയും ദേവകിയെയും ചങ്ങലയിൽ ബന്ധിച്ചു. ഇത് കണ്ട് കോപാകുലനായ യാദവരുടെ ചക്രവർത്തി ഉഗ്രസേനൻ കംസനെ തടയാൻ ശ്രമിച്ചു. ഉഗ്രസേനന്റെ സൈനികർ വാളുകളുമായി വസുദേവനെയും ദേവകിയും സംരക്ഷിക്കാൻ ശ്രമിച്ചു. ഉഗ്രസേനന്റെ സൈനികരെ കണ്ട് കംസന്റെ സൈനികർ അവരുമായി എതിരിട്ടു. അവരുടെ ആ വാൾ ആക്രമണത്താൽ 10,000 സൈനികർ മരണപ്പെട്ടു. അപ്പോൾ കംസൻ തന്റെ ഗദയെടുത്ത് പിതാവിന്റെ സൈന്യത്തെ തകർത്തു. കംസന്റെ ഗദയുടെ പ്രഹരത്താൽ സൈനികരുടെ കൈകാലുകൾ ഒടിഞ്ഞു. പല സൈനികരും രക്തം ഛർദ്ദിച്ച് ബോധരഹിതരായി മരിച്ചു വീണു. കോപം കൊണ്ട് അന്ധനായ കംസൻ തന്റെ പിതാവും ചക്രവർത്തിയുമായ ഉഗ്രസേനെ ചങ്ങലകളാൽ ബന്ധിച്ച് തടവറയിൽ അടച്ചു. അതിനുശേഷം കംസൻ രാജഭരണം ഏറ്റെടുത്തു. കംസന്റെ ഉപദ്രവം മൂലം യാദവരെല്ലാം പലായനം ചെയ്തു. കംസൻ ദേവകിയുടെ 6 ശിശുക്കളെയും വധിച്ചു. യോഗമായ ദേവകിയുടെ 7ാമത്തെ ഗർഭം രോഹിണിയുടെ ഗർഭത്തിലേക്ക് മാറ്റി സ്ഥാപിച്ചു. പിന്നീട് 5 ദിവസങ്ങൾക്ക് ശേഷം ഭാദ്രമാസത്തിൽ ശുക്ലപക്ഷത്തിന്റെ 6ാം തീയതിയിൽ നന്ദഗോപന്റെ ഗൃഹത്തിൽ വസുദേവന്റെ പത്നിയായ രോഹിണിയിൽ ആ പരമാത്മാവ് ജന്മമെടുത്തു. ദേവകൾ പുഷ്പവൃഷ്ടി നടത്തി. നന്ദഗോപൻ കുട്ടിയുടെ ജാതക കർമാദികൾ നടത്തുകയും ബ്രാഹ്മണർക്ക് 1 ദശലക്ഷം പശുക്കളെ ദാനം നൽകുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹം വളരെ ശുഭകരമായ ഉത്സവം ആഘോഷിച്ചു. ദേവല, ദേവരഥ, വസിഷ്ഠ, ബൃഹസ്പതി, വ്യാസമഹർഷി എന്നിവർ അവിടെ എത്തിയപ്പോൾ നന്ദഗോപൻ അവരുടെ പാദങ്ങൾ കഴുകി ആരാധിച്ചു. ഇതിൽ സന്തുഷ്ടനായ വ്യാസമഹർഷി പറഞ്ഞു, നന്ദ, താങ്കൾ മഹാഭാഗ്യവാനാണ്. ഈ കുട്ടി സാക്ഷാൽ അനന്തശേഷനാണ്. ആ കുട്ടിയെ നോക്കി വിസ്മയത്തോടെ വ്യാസമഹർഷി നമസ്കരിച്ചു ശേഷം പറഞ്ഞു, ദേവാധിപതിയെ, ആഗ്രഹങ്ങൾ സഫലമാക്കുന്ന പ്രഭുവേ, അങ്ങേക്ക് പ്രണാമം. ദുഷ്ടന്മാരാൽ നിറഞ്ഞ ഈ ഭൂമിയെ അവരിൽ നിന്നും രക്ഷിക്കണമേ. തുടർന്ന് എല്ലാവരും ആ കുട്ടിയെ സ്തുതിച്ചു. ഇവിടെ 1ാം ഖണ്ഡത്തിലെ 10ാം അധ്യായം സമാപിക്കുന്നു. ഹരി ഓം.